Welcome back to another video of Commerce Companion. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബഡ്ജറ്ററി കൺട്രോളിൻ്റെ അവസാനത്തെ വീഡിയോ ആണ്. അതുപോലെ തന്നെ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ എല്ലാ മൊഡ്യൂളും ഈ ഒരു വീഡിയോയോട് കൂടെ കവർ ചെയ്തിട്ടുണ്ട്. നമ്മളപ്പോൾ ഇതിനു മുമ്പ് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും വീഡിയോസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. പ്ലേലിസ്റ്റ് ഞാൻ ലിങ്കായിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാനൽ പ്ലേലിസ്റ്റിൽ ചെന്നാലും ഞാൻ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് സെപ്പറേറ്റ് ആയിട്ട് എല്ലാ വീഡിയോസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കണ്ടൻറ്റുകളാണ് സീറോ ബേസ് ബഡ്ജറ്റിംഗ്, അതിൻ്റെ മീനിങ് നമ്മൾ നോക്കുന്നു. ദെൻ അഡ്വാൻറ്റേജസ് ആൻഡ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നമ്മൾ നോക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് നോക്കുന്നതാണ് പെർഫോമൻസ് ബഡ്ജറ്റിംഗ് എന്താണെന്നുള്ളത്, അതിൻ്റെ മീനിങ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് നമ്മൾ നോക്കുന്നു. ദെൻ ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിംഗ് അഥവാ ABB എന്താണെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. അതിൻ്റെയും മീനിങ്ങും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നമ്മൾ നോക്കുന്നു. ദെൻ ലാസ്റ്റ് നമ്മൾ നോക്കുന്ന ടോപ്പിക്കാണ് റോളിംഗ് ബഡ്ജറ്റ്, അതും അതിൻ്റെ മീനിങ്ങും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് സീറോ ബേസ് ബഡ്ജറ്റിംഗ്. ഈ ഒരു ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പുതിയ ടെക്നിക്കാണ്. അതായത് നമ്മൾ റിവ്യൂ ചെയ്യുകയാണ് നമ്മളുടെ ബഡ്ജറ്റിനെ. ഈ ഒരു സീറോ ബേസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബഡ്ജറ്റിങ്ങിൻ്റെ ഒരു മെത്തേഡ് തന്നെയാണ്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ എല്ലാ ആക്ടിവിറ്റികളെയും ഇവാലുവേറ്റ് ചെയ്യുകയാണ്. അതായത് ഈ ഒരു സീറോ ബേസ് ബഡ്ജറ്റിംഗ് ടെക്നിക്കാണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ, അങ്ങനെ ഒരു ടെക്നിക്ക് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ബഡ്ജറ്റിലേക്ക് എടുക്കുന്ന ഓരോ എക്സ്പെൻഡിച്ചറും എന്ത് ചെയ്യും, ജസ്റ്റിഫൈ ചെയ്യണം. നമുക്ക് ആവശ്യമുള്ള എക്സ്പെൻഡിച്ചർ മാത്രമായിരിക്കും നമ്മൾ ബഡ്ജറ്റിലേക്ക് എടുക്കുക. അപ്പോൾ എപ്പോഴും എല്ലാ എമൗണ്ടുകളും, ഇപ്പോൾ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ നിന്ന്, അതിൻ്റെ സ്റ്റാർച്ച് അല്ലെങ്കിൽ ആ ഒരു സീറോയിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള, ഇപ്പോൾ കഴിഞ്ഞ വർഷം ആ എക്സ്പെൻസ് ഉണ്ടായെന്ന് പറഞ്ഞ് ചിലപ്പോൾ ഈ വർഷം നമ്മൾ എന്ത് ചെയ്യില്ല, അത് ബഡ്ജറ്റിങ്ങിലേക്ക് ഉൾപ്പെടുത്തില്ല. പകരം നമുക്ക് മാനേജേഴ്സിന് അത് തോന്നുകയാണ് അത് സാറ്റിസ്ഫയബിൾ ആണ്, ജസ്റ്റിഫയബിൾ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള എക്സ്പെൻഡിച്ചർ മാത്രം എടുക്കുന്നത്. അപ്പോൾ എക്സ്പെൻഡിച്ചറിൻ്റെ ആ ഒരു ഐറ്റം അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അറ്റ് സ്റ്റാർച്ച്, അതിൻ്റെ ബിഗിനിങ്ങിൽ നിന്ന് തന്നെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാണ്ട് പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നല്ല നമ്മൾ ഓരോ ഐറ്റവും എടുക്കുന്നത്. ഓരോ ഐറ്റവും ജസ്റ്റിഫയബിൾ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ എടുക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ബഡ്ജറ്റിംഗ് മെത്തേഡിനെ സീറോ ബേസ് ബഡ്ജറ്റിംഗ്, സീറോയാണ് അതിൻ്റെ ബേസ്, അതാണ് സീറോ ബേസ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു സീറോ ബേസ് ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ ZBBക്ക് ഒരുപാട് അഡ്വാൻറ്റേജുകളുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുക. ഈ ഒരു സീറോ ബേസ് ബഡ്ജറ്റിംഗ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഫിനാൻഷ്യൽ റിസോഴ്സുകളെ ഒപ്റ്റിമമാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. കാരണം നമുക്ക് ആവശ്യമുള്ള, നമുക്ക് ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള മണി ഐറ്റംസ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പം നമ്മൾ അതിൻ്റെ മീനിങ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, ഏറ്റവും മാനേജ്മെൻറ്റിൻ്റെ ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള മാത്രമാണ് നമ്മൾ ബഡ്ജറ്റിലേക്ക് കൺസിഡർ ചെയ്യുക. അപ്പം അതിൻ്റെ ആ ഒരു ഫിനാൻഷ്യൽ റിസോഴ്സുകളുടെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഈ ഒരു ZBB വഴിയായിട്ട് എൻഷുർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ള വേസ്റ്റേജിനെ കുറയ്ക്കുകയാണ്. കാരണം നമുക്ക് ആവശ്യമില്ലാതിരുന്ന കഴിഞ്ഞ വർഷത്തേക്ക് പാസ്റ്റിൽ വന്നിട്ടുള്ള എക്സ്പെൻഡിച്ചറുകളെയൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്, എലിമിനേറ്റ് ചെയ്യാം, വേസ്റ്റേജുകളെല്ലാം നമുക്ക് കുറയ്ക്കാനും സാധിക്കും. ഇൻഎഫിഷ്യൻസി എല്ലാം മാറ്റിക്കൊണ്ട് എഫിഷ്യൻസിയിലേക്ക് കൊണ്ടുവരാനും. അതാണ് ആ നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത്. നമുക്ക് പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യാൻ സാധിക്കും, ഇൻക്രീസ് ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും എല്ലാം നമ്മുടെ ഈ ഒരു ZBB എന്ന് പറയുന്ന ബഡ്ജറ്റിംഗ് മെത്തേഡ് സഹായിക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ പെട്ടെന്ന് നമുക്ക് ക്വിക്കായിട്ട് ചെയ്യാം. കാരണം നമ്മൾ അതിൻ്റെ സ്റ്റാർച്ചിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം ക്വിക്കായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മളുടെ ആ ഒരു ബഡ്ജറ്റിനെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എന്താണോ ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിലേക്ക്, ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മളുടെ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ZBB വഴിയായിട്ട് അത് കൂടുതൽ എളുപ്പമാവുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ആ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവിനെ ബഡ്ജറ്റുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് നമ്മുടെ ZBB വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബഡ്ജറ്റിംഗ് ടെക്നിക്കിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലെ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലി ആണ്. കാരണം ഇതിൽ ഒരുപാട് പേപ്പർ വർക്കുകളെല്ലാം ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റൊക്കെ കുറച്ച് കൂടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ZBB എന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ് കൂടാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ്. ദെൻ അതുപോലെ തന്നെ ഒരു പുതിയ സിസ്റ്റം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് എംപ്ലോയീസ് എന്ത് ചെയ്തേക്കാം, ചിലപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് നമുക്കൊരു ആ ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.
അപ്പോൾ അങ്ങനെ ഒരു റെസിസ്റ്റൻസ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. അതുപോലെ ZBB എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്യുകയാണ് നമ്മുടെ ബഡ്ജറ്റിങ്ങിലേക്ക് ഇങ്ങനെ ഒരു കാര്യം അഡോപ്റ്റ് ചെയ്യാണ്. അപ്പോൾ അത് പക്ഷേ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് അല്ല. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇതിനെ മോണിറ്റർ ചെയ്യുന്നില്ല. അപ്പോൾ അത് നമ്മളുടെ ഈ ഒരു ZBBയുടെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നു. ദെൻ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഡിസിഷൻ യൂണിറ്റും ഡിസിഷൻ പാക്കേജും നമുക്ക് ആവശ്യമായിട്ട് വരും നമ്മുടെ ഈ ZBBയിൽ. അത് നമ്മൾ ഓരോന്നിനെയും, അതായത് ഇപ്പോൾ ഓരോ ഐറ്റത്തിനെയും നമ്മൾ ജസ്റ്റിഫൈ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? എന്താണ് ഡിസിഷൻ്റെ യൂണിറ്റ് എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ പാക്കേജ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ആ ഒരു ഡിസിഷൻ യൂണിറ്റ് അല്ലെങ്കിൽ ഡിസിഷൻ പാക്കേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അത് ഇതിൻ്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നു. ദെൻ അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനേജേഴ്സ് ഉണ്ടല്ലേ, ഓരോ ഹെഡുകൾ, അവർ കോർപ്പറേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അവർ തമ്മിലുള്ള ആ ഒരു കോർപ്പറേഷൻ നല്ലതായിട്ട് പോയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ എന്ത് വരാം, നമ്മൾ എഫിഷ്യൻസി പ്രതീക്ഷിച്ചതിന് പകരമായിട്ട് ഇൻഎഫിഷ്യൻസി ആയിരിക്കാം സംഭവിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് പെർഫോമൻസ് ബഡ്ജറ്റിംഗ് എന്താണെന്നുള്ളത്. അതിൻ്റെ പേര് നമ്മൾ പറയുന്ന പോലെ തന്നെ അതിൽ പെർഫോമൻസ് എന്നുള്ളൊരു ടേം നമുക്ക് ആവശ്യമാണ്. ഒരു ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബഡ്ജറ്റിംഗ് ആണ് നമ്മുടെ പെർഫോമൻസ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിലൂടെ നമ്മുടെ ഒരു ഓർഗനൈസേഷൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവും അതുപോലെ തന്നെ എന്തുണ്ടാകും, ഓർഗനൈസേഷന് ഒരു ഓവറോൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എപ്പോഴും പ്രോഫിറ്റ് മേക്കിംഗ് ഒക്കെ ആയിരിക്കും. അതുപോലെ സ്പെസിഫിക് ആയിട്ട് അതിൻ്റെ സബ് ഒബ്ജക്റ്റീവുകൾ ഉണ്ടാകും. ഇതിനെ രണ്ടിനെയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണ് ഈ ഒരു പെർഫോമൻസ് ബഡ്ജറ്റിങ്ങിലൂടെ. അപ്പോൾ ഇങ്ങനെ ഈ അനലൈസ് ചെയ്യുകയും ഐഡൻറ്റിഫൈ ചെയ്യുകയൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ജോബ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി നമുക്ക് എളുപ്പത്തിൽ വളരെ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള മാനറിൽ നമുക്ക് ഈ ഒരു ആക്ടിവിറ്റീസ് എല്ലാം ഓർഗനൈസേഷനിൽ നടത്തിക്കൊണ്ട് പോകാനായിട്ട് നമ്മുടെ ഈ ഒരു പെർഫോമൻസ് ബഡ്ജറ്റ് വഴി സാധിക്കും. പെർഫോമൻസ് ബഡ്ജറ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ അതിൽ ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവുകളെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള മാനറിൽ അറ്റൈൻ ചെയ്യാം. കാരണം നമ്മൾ എന്ത് ചെയ്യാണ്, അതിന് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സയൻറ്റിഫിക് മാനറിൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ എയിമായാലും ഒബ്ജക്റ്റീവായാലും അറ്റൈൻ ചെയ്യുന്നതിന് നമ്മുടെ ഈ ഒരു പെർഫോമൻസ് ബഡ്ജറ്റിംഗ് വഴി സാധിക്കുന്നുണ്ട്. ദെൻ അതുപോലെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ഇങ്ങനെ നമ്മളുടെ ആ ഒരു പെർഫോമൻസ് നമ്മൾ ഈ ഒരു അനലൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. അവർക്ക് അവരുടെ ആ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ്, ആ കൊടുക്കുന്ന രീതിയിൽ തന്നെ ഔട്ട്പുട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള ആ ഒരു നല്ല രീതിയിൽ അവർ രണ്ടും തമ്മിലുള്ള ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നമ്മുടെ പെർഫോമൻസ് ബഡ്ജറ്റിംഗ് സഹായിക്കുന്നുണ്ട്. ദെൻ നമുക്കിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് കമ്പാരിസൺ നടത്തുവാണ്, നമ്മുടെ ആക്ച്വലി നമ്മുടെ ബഡ്ജറ്റ് ടാർഗറ്റും തമ്മിൽ നമ്മൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തെങ്കിലും അഡ്വേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള എഫക്റ്റുകൾ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ കറക്റ്റീവായിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ട് ഈ ഒരു ബഡ്ജറ്റിംഗ് വഴി സാധിക്കും. നമ്മൾ പറഞ്ഞു ഈ ഒരു പെർഫോമൻസ് ബഡ്ജറ്റിലൂടെ നമ്മൾ ആക്ടിവിറ്റികളെല്ലാം അനലൈസ് ചെയ്യുകയും ഐഡൻറ്റിഫൈ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുകയാണ് അൺഇമ്പോർട്ടൻ്റ് ആയിട്ട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത്തരത്തിൽ കമ്പനിക്ക് സിഗ്നിഫിക്കൻ്റ് അല്ലാത്ത ആക്ടിവിറ്റികൾ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് കോസ്റ്റ് സേവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പല പല ഗുണങ്ങളും നമ്മുടെ ഈ ഒരു പെർഫോമൻസ് ബഡ്ജറ്റിനുണ്ട്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കുമ്പോൾ ആകെ രണ്ട് കാര്യമേ വരുന്നുള്ളൂ. ആദ്യം എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കമ്പാരിസൺ ഒക്കെ നടത്തുന്നതുകൊണ്ട് തന്നെ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ദെൻ അതുപോലെ തന്നെ ടൈം എടുക്കും. കാരണം നമ്മൾ ഒരു എൻറ്റയർലി നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ പെർഫോമൻസ് അനലൈസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ആ ഒരു എഫേർട്ട് കൂടുതലായിട്ട് ആവശ്യമുണ്ട് ഇതിന്. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ്ങുമാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്താണെന്നുള്ളത്. അപ്പോൾ ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ബഡ്ജറ്റിംഗ് മെത്തേഡ് തന്നെയാണ്. ഇതിൽ നമ്മൾ ബഡ്ജറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിലാണ്. അതിൽ നിന്ന് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ആ ഒരു മെത്തേഡ് അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ഇൻഫോർമേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് ലഭിക്കുന്ന ആ ഡാറ്റാസിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക, ഈ ഒരു ABB മെത്തേഡിനകത്ത് നമ്മൾ ബഡ്ജറ്റുകൾ പ്രിപ്പയർ ചെയ്യുക. ഇതിനകത്ത് നമ്മൾ ഓവർ ഹെഡ് കോസ്റ്റുകളെല്ലാം കൺസിഡർ ചെയ്യുന്നുണ്ട്. ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ നമ്മുടെ ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിങ്ങിനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടിങ് ടൂളാണ്
ഇതിലെന്ന് പറയുന്നത് നമ്മൾ പാസ്റ്റ് ഇയറിലെ ബഡ്ജറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കറണ്ട് ഇയറിലെ ബഡ്ജറ്റിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നില്ല. അപ്പോൾ കറണ്ട് ഇയർ ബഡ്ജറ്റ് എന്ന് പറയുന്നത് പാസ്റ്റ് ഡാറ്റാസിൻ്റെ ബേസിസിൽ അല്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. അപ്പം ചിന്തിക്കുന്നുണ്ടാകും, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മളുടെ ഈ വർഷത്തെ നമുക്ക് ചിലവാകുന്ന കോസ്റ്റിൻ്റെയും അതുപോലെ നമ്മളുടെ ആക്ടിവിറ്റീസും എത്രയാണോ ആക്ടിവിറ്റീസ്, അപ്പോൾ ഈ ആക്ടിവിറ്റികളെല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് റിസർച്ച് കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഈ റിസർച്ചിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ ഈ വർഷത്തെ ബഡ്ജറ്റ് എത്രയാണ്, എങ്ങനെയാണത് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഈ ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. ഇതിൽ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് കോസ്റ്റ് ഒരു പരിധി വരെ കുറച്ച് നിർത്താനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് കമ്പനികളെ സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാണ്, എല്ലാ ആക്ടിവിറ്റികളും ആ ഒരു ഓർഗനൈസേഷൻ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പം അൺനെസസറി ആയിട്ടുള്ള ആക്ടിവിറ്റികളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു കോസ്റ്റ് റിഡ്യൂസ് ചെയ്യുന്നതിനും കമ്പനിക്ക് സെയിൽസിൽ നിന്ന് കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ പുതിയ കമ്പനികളെ സംബന്ധിച്ച് ഇത് വളരെ യൂസ്ഫുൾ ആണ്. കാരണം എന്താണ്, ഇതിൽ പാസ്റ്റ് ഡാറ്റാസിൻ്റെ ഒന്നും ബേസിലല്ല നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഒരു കൺട്രോൾ, ബഡ്ജറ്റിംഗ് പ്രോസസ്സിൽ അവരുടെ കൺട്രോൾ നല്ല രീതിയിൽ എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ കമ്പനിയുടെ ഗോൾസ്, ഓവറോൾ ഗോൾസ് നമ്മുടെ ആ ഒരു ബഡ്ജറ്റുമായിട്ട് ലിങ്ക് ചെയ്യുന്നതിനും നമ്മളുടെ ഈ ഒരു ABB സഹായിക്കുന്നുണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് നമ്മുടെ അൺനെസസറി ആയിട്ടുള്ള ആക്ടിവിറ്റികളെ ഒരു പരിധി വരെ ലിമിറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിന് ബെസ്റ്റ് ക്വാളിറ്റിയിലും അതുപോലെ തന്നെ ബെസ്റ്റ് പ്രൈസിലും ആ പ്രൊഡക്ട്സുകൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിംഗ് സഹായിക്കുന്നു. ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം ഇനി. അപ്പോൾ ഇതിൽ ആദ്യത്തെ 2 പോയിന്റുകൾ എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ്, ടൈം കൺസ്യൂമിങ്ങുമാണ്. കാരണം അത് നമ്മൾ എല്ലാത്തിലും പറയുന്ന ലിമിറ്റേഷനാണ് കൂടുതലായിട്ടും. അപ്പോൾ ആ 2 ലിമിറ്റേഷൻ ഇതിലും വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ABB ഈ സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് അഡീഷണൽ ആയിട്ട് നമ്മൾ കുറച്ച് അസംഷൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അസംഷൻ്റെ ബേസിസിലാണ് ഈ ഒരു മാനേജ്മെൻറ്റ് നമ്മുടെ ഈ ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിംഗ് ടെക്നിക്ക് അഡോപ്റ്റ് ചെയ്യുക. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും നമ്മുടെ പൊട്ടൻഷ്യൽ ബഡ്ജറ്റ്, അതായത് നെക്സ്റ്റ് ഇനി വരാൻ പോകുന്ന ബഡ്ജറ്റിൽ ഒരു ഇൻഅക്യുറസി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ അഡീഷണലി ഇങ്ങനെ കുറേ അസംഷൻസ് വെച്ചേക്കുന്നത് കൊണ്ടുള്ള ആ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ദെൻ അതുപോലെ തന്നെ ABB എന്ന് പറയുന്നത് വളരെ കോംപ്ലെക്സ് ആണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഒന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഒരു കോംപ്ലെക്സ് ഇൻ നേച്ചറാണ് ഇതിനുള്ളത്. ഇത് നാം പറഞ്ഞു വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള നേച്ചറാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സാധാരണ എംപ്ലോയീസിന് ഇത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പം ഇതിലേക്ക് അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രെയിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ തന്നെ ആവശ്യമായിട്ട് വരും. ഇനി അവർ ട്രെയിൻഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ബഡ്ജറ്റിംഗ് എഫക്റ്റീവ്ലി കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എംപ്ലോയീസിനെ അവർ ട്രെയിൻഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ട്രെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്ട്രാ കോസ്റ്റും ഇൻവോൾവ് ചെയ്യും. അപ്പം അതും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് റോളിംഗ് ബഡ്ജറ്റ് എന്താണെന്നുള്ളത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഫിനാൻഷ്യൽ പ്ലാനുകളെ റിവൈസ് ചെയ്യുകയാണ്. കണ്ടിന്യൂസ്ലി റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നിക്കാണ് റോളിംഗ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഈ ബഡ്ജറ്റിങ്ങിൻ്റെ മറ്റൊരു പേര് തന്നെ കണ്ടിന്യൂസ് ബഡ്ജറ്റാണ്. അത് യൂഷ്വലി വളരെ ഷോർട്ട് ടേമിനകത്തേക്കാണ് നമ്മുടെ ഈ ഒരു റോളിംഗ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക. ഇതിൻ്റെ റോളിംഗ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും വരുന്നത് കണ്ടിന്യൂസ് എന്നുള്ളൊരു ടേമാണ്. കണ്ടിന്യൂസ്ലി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബഡ്ജറ്റാണ് റോളിംഗ് ബഡ്ജറ്റ്. ഇതെന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ്ലി അപ്ഡേറ്റ് ചെയ്യുകയാണ്. ഇൻഫോർമേഷൻസിനെ കണ്ടിന്യൂസ്ലി അപ്ഡേറ്റ് ചെയ്യുന്നു. സാധാരണ രീതിയിൽ നമ്മുടെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഒരു 12 മാസത്തേക്കാണ് നമ്മളൊരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക. പക്ഷെ നമ്മുടെ റോളിംഗ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതൊരു ക്വാർട്ടറിലേക്ക്, ഒരു മന്ത്, ഇങ്ങനെയുള്ള രീതിയിൽ ഇങ്ങനെ റോള് ചെയ്തുകൊണ്ടേയിരിക്കും. റോളിംഗ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എക്സിസ്റ്റിംഗ് ബഡ്ജറ്റിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. റോളിംഗ് ബഡ്ജറ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
ഒരു മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്ലാനിങ്ങിനും കൺട്രോളിങ്ങിനും എല്ലാം അത് വളരെ അക്യുറേറ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ റോളിംഗ് ബഡ്ജറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ബഡ്ജറ്റിങ്ങിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള അൺസർട്ടനിറ്റിനെ ഒരു പരിധിവരെ റിഡ്യൂസ് ചെയ്യുന്നു. കാരണം നമ്മളിതൊരു വളരെ ഷോർട്ട് പീരീഡ് നമ്മൾ പറഞ്ഞു, ചിലപ്പോൾ ഒരു ക്വാർട്ടറിലേക്കായിരിക്കാം, ചിലപ്പോൾ മന്ത് വൈസ് ഒക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നമ്മുടെ ആ ഒരു ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഒരുപാട് നാളുകൾ പ്രിപ്പയർ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ആ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് അറിയാത്തൊരു അൺസർട്ടനിറ്റി വരുന്നത്. ഇവിടെ ആ ഒരു പ്രശ്നം ഒരു പരിധിവരെ റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ അതുപോലെ തന്നെ ഒരു നിയർ ഫ്യൂച്ചറിൽ എന്താണ് നടക്കുന്നത്, ഇനി തൊട്ടടുത്തിന് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം അറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാനായിട്ട് നമ്മുടെ റോളിംഗ് ബഡ്ജറ്റിലൂടെ സാധിക്കുന്നുണ്ട്. മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗൈഡിങ് ടൂളാണ്. എങ്ങനെ ഏത് രീതിയിൽ മണി സ്പെൻഡ് ചെയ്യണം, അപ്പം അതിനെ സഹായിക്കുന്ന ഒരു ഗൈഡിങ് ടൂളായിട്ട് നമ്മുടെ ഈ ഒരു റോളിംഗ് ബഡ്ജറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റോളിംഗ് ബഡ്ജറ്റ് ഓർഗനൈസേഷനെ ആ ഒരു ലേറ്റസ്റ്റ് ടെക്നോളജി അനുസരിച്ച് ചേഞ്ച് ചെയ്യാനായിട്ട് ടെംപ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു ഷോർട്ട് ടേമിനകത്തേക്ക് എടുക്കുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ടെക്നോളജികളെല്ലാം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഡിസഡ്വാൻറ്റേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാത്തിനുമുള്ള ഡിസഡ്വാൻറ്റേജ് തന്നെയാണ് പറയുന്നത്. ഇതിൽ മണി നമുക്ക് വളരെ അത്യാവശ്യമാണ്, അതുപോലെ തന്നെ നമ്മുടെ എഫേർട്ടൊക്കെ ആവശ്യമായതുകൊണ്ട് തന്നെ വളരെ ടൈം എടുത്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മൾ വളരെ ഷോർട്ട് ടേമിനകത്തേക്കാണ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ആ ഒരു ടാർഗറ്റ് എപ്പോഴും ചേഞ്ച് ചെയ്യുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ എംപ്ലോയീസിന് ചില സമയത്ത് ഇതെന്തായിരിക്കും ഒരു ഡീമോട്ടിവേഷൻ ആവും, അവർ ചിലപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ അതും ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ കോസ്റ്റിങ്ങിൻ്റെ ആ ഒരു സീരീസ് ഇന്നത്തെ വീഡിയോയോട് കൂടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി എല്ലാ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ വീഡിയോസും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാം കണ്ടിട്ടില്ലെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. എല്ലാ വീഡിയോസും ഞാൻ പ്ലേലിസ്റ്റായിട്ട് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണ് ഈ ഒരു സീരീസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. എന്നാൽ മാത്രമാണ് നമുക്ക് തുടർന്ന് നല്ല രീതിയിൽ വീഡിയോസ് ചെയ്യാനായിട്ട് സാധിക്കും. എക്സാമൊക്കെ വരുവാണ്, എല്ലാവരും ഉഷാറായിട്ട് നല്ല രീതിയിൽ പഠിക്കുക. എല്ലാവർക്കും നല്ല രീതിയിൽ പാസ്സാവാനായിട്ട് സാധിക്കട്ടെ. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദി ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഫോർ മോർ അപ്ഡേറ്റ്സ്. ബി യു, ബി യുണീക്ക്.